Audience. ചവച്ച് അരച്ച് കഴിച്ചു. சுஜயா வணக்கம். சுஜயா, அது என்ன ஒரு சின்ன பிரச்சனை. அல்ல பிரச்சனை என்னன்னா, இது வந்து மீட்டிங் வந்து கையால் பொறுத்த ஒரு தேங்காய் மாதிரி தான் இருக்குது. கையால் பொறுத்த ஒரு தேங்காய் மாதிரி. அது அது என்ன அது பரட்டு நான் பேசட்டு സുജയ അല്ലല്ല അത് വന്ന് മീറ്റിംഗ് ചിലപ്പോൾ പാലക്കാടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കോയമ്പത്തൂരായിരിക്കും. അത് തന്നെ പാലക്കാട് അതല്ല പാലക്കാട് ഓഡിറ്റോറിയം അത് ശരിയായില്ല. അപ്പോൾ അപ്പുക്കുട്ട സാറ് ചൊല്ലിയിருக்கு, ഇത് പാലക്കാട് മീറ്റിംഗ് ഓഡിറ്റോറിയം കിട്ടിയാൽ പാലക്കാട് മീറ്റിംഗ് കൂടും, അതല്ലാണ് അപ്പോൾ എല്ലാവരും എടുത്തിട്ട് നമ്മൾ നേരെ അങ്ങ് കോയമ്പത്തൂർ വരും. അതെ இல்லை, நம்ம எல்லாரும் இந்த ஒட்டப்பாலத்து ஸ்டே பண்ணோம். ஒட்டப்பாலத்து ஸ்டே பண்ணிவிட்டு அந்த ஆடிட்டோரியம் கிடச்சா அங்கே இல்லைன்னா கோயம்புத்தூர். அதான் ஃபோன் பண்ணுறேன். அங்கே ஆடிட்டோரியம் ஓகே தானே? சரி 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 ஓகே சுஜா. பிள்ளை குட்டி குழந்தை எல்லோரும் நல்லா இருக்குது. சரி, நான் கேட்ட சொல்லுங்க. ஓகே ஓகே வணக்கம். എന്ത് ചെയ്യൂന്ന് ആലോചിച്ച് നോക്കണം. ഇതെന്താ ഇത്? ഇതെന്താ? പൊറോട്ട. പൊറോട്ടയെന്ന് മനസ്സിലായി. ഇപ്പുറത്ത് ഒഴിച്ചേക്കണത് ഇതാ, അത് വെജിറ്റബിളിന്റെ കറി. ഇതാണ് ഇപ്പൊ മേടിച്ചിട്ട് വന്നത്. എന്റെ ക്ലീറ്റോ, ആ കൊച്ചു വല്ല കാലത്തുമാണ് പൊറോട്ട തിന്നാൻ കൊതിയാവണമെന്ന് പറയണത്. പൊറോട്ടയുടെ കൂടെ ആരെങ്കിലും വെജിറ്റബിൾ കറി മേടിച്ചിട്ട് വരുമോ? തങ്കം, ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പോയ കടയില് ബാക്കി ചിക്കൻ ഇല്ല, ബീഫ് ഉണ്ടാവുമല്ലോ. ബീഫ് തീർന്നു. അപ്പൊ ഈ തിരുവനന്തപുരത്ത് ആ കട മാത്രമേ ഉള്ളോ? നമ്മൾ വരുന്ന വഴിയിൽ 2 കടയുണ്ട്. ഒരു കട നേരത്തെ അടച്ചു, അവരെ തീർന്നു. ഇപ്പോൾ ഉള്ള കടയിൽ അവസാനം ഇതേ ഉള്ളൂ. നീ ഇതെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് മേടിക്കാം. അവന് പരാതി ഇല്ലല്ലോ, കൊച്ചു തിന്നല്ലേ. നീ എന്തിനാണ് പിള്ളേരെ കൊച്ചു തിന്നതേ കാണണം. നീ എന്തിയുടെ ഇത് എന്ന് കഴിയാനാണ്? ഇത്ര നേരമായിട്ട് ഈ ഒരു പൊറോട്ട പോലും നിന്നിട്ടില്ലല്ലോ. അതിനെനിക്ക് ഡാഡി തരണ്ട ഒരു വായെങ്കിലും. ഡാഡി ഹലോ, ഇങ്ങനെയാണ് മീറ്റിങ്ങിന്റെ ഈ ആകെ ഞാൻ കൊടുത്തോളാം. ഈ പൊറോട്ട ഇപ്പൊ ഈ വെജിറ്റബിൾ കറിയായിട്ട് കഴിക്കാം. ഈ പൊറോട്ടയെ കുറിച്ച് പറഞ്ഞാൽ എന്തിനോടും ഒന്നിനെ കുറിച്ചും പറയണ്ട. സാമ്പാർ, പൊറോട്ട മീൻ കറി, പൊറോട്ട പാല് പഞ്ചസാര, പൊറോട്ടയും ചിക്കൻ കറി, പൊറോട്ടയും ബീഫ് കറി. നിങ്ങൾക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ തലയ്ക്ക് ഓളം ഇല്ലാതെ പറന്ന് മീറ്റിങ്ങിന്റെ സ്ഥലം ശരിയായില്ല, അതല്ലേ പ്രശ്നം. ഇതിപ്പോ പാലക്കാട് വെച്ച് നടത്തണോ കോയമ്പത്തൂർ വെച്ച് നടത്തണോ, എവിടെയെങ്കിലും ഒരിടത്ത്. അതാണ് ആരെ വിളിച്ച് ഫോണിൽ പറയണ കേട്ടത്. എന്തിനാ ഇതൊക്കെ നാട്ടുകാരോട് പറയാൻ നിൽക്കുന്നത്? നാട്ടുകാരല്ല, അത് അവൻ കോയമ്പത്തൂരുള്ള കക്ഷി. അവിടുത്തെ ആരാണെങ്കിലും അവരൊക്കെ വിചാരിച്ചിരിക്കണം നിങ്ങളേതോ വലിയ പാർട്ടിയുടെ ആളാന്നാ. പാർട്ടി വലുത് തന്നെയാണ്. അതെ അതെ, പാർട്ടിയൊക്കെ വലുത് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഒരു ഓഡിറ്റോറിയം പോലും ഒരാളും തരാത്തത്. എന്റെ തങ്കം പ്രശ്നം അതല്ല, നമ്മുടെ പാർട്ടിയിൽ അംഗസംഖ്യ ഒരുപാടല്ലേ. അപ്പൊ അത് ആൾക്കാർ അത്രയും കൊള്ളുന്ന ഒരു ഓഡിറ്റോറിയം. എത്ര അംഗസംഖ്യ? എത്ര അത്രയും എന്താ അത്ര? ആകെ നടരാജനും ഉണ്ടാവും, അൻസാറും ഉണ്ടാവും. മതി, നീ പാർട്ടിയെ ചുരണ്ടി കളിക്കണ്ട കേട്ടല്ല. പാർട്ടിനെ ഞാൻ ചുരണ്ടാനൊന്നും വരുന്നില്ല. ലീറ്റോനെ ഒന്ന് പറഞ്ഞു ഭക്ഷണം കൊടു. അതിനെ കുറെ ഇടയായിട്ട് ഇങ്ങനെ ആക്കുന്നു. അതായത് ഞാൻ പോവും. ഇപ്പൊ സമാധാനമാണല്ലേ, 2 ദിവസം മീറ്റിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഉടനെ അങ്ങോട്ട് ദേഷ്യമാണ് ഡാഡിക്ക്. ലീറ്റോ, പിന്നെ നാളെ പോവാൻ നേരത്ത് പച്ചക്കറി എല്ലാം മേടിച്ച് തന്നിട്ട് വേണം പോവാൻ. അല്ല നീ കഴിക്കുവാണോ? പിന്നെ രണ്ടുപേരും ഇങ്ങനെ ചെയ്തോണ്ടിരുന്ന വെണ്ടയ്ക്കുണ്ട്, പയറുണ്ട്, കിഴങ്ങുണ്ട്, സവോളയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ബീൻസുണ്ട്, കത്തിയുണ്ട്. ഈ ഒരു 2-3 ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് പോരെ. ആദ്യം ഇത് വേവിക്ക്, എന്നിട്ട് പുതിയത് വാങ്ങാം. പെണ്ണുങ്ങൾക്ക് കണ്ട് നിറയണമെന്നാണ്. കണ്ട് പിന്നെ വേണ്ടെന്നുള്ള നഖം വെട്ടണ്ടേ? അയ്യോ, പിന്നെ എന്നിട്ട് കാലങ്ങ് മുറിഞ്ഞങ്ങ് സ്റ്റിച്ചിട്ട് പോടാ അവിടെ നിന്ന്. പിന്നെ വെട്ടിയാലും എപ്പ വെട്ടിയാലും വെട്ടണ്ടേ? ചെറുക്കന് ഭയങ്കര എല്ലായിടത്തും കൊണ്ടൊരു തട്ടണം. തമ്പിയണ്ണോ, ഇത് എവിടെയായിരുന്നു? എത്ര നാളായി കണ്ടിട്ട്. മേളോന്ന് പോവായിരുന്നേ. എന്തായി?
കല്ലിറക്കിയ ഫൗണ്ടേഷൻ കെട്ടി വെല്ലച്ചന്റെ വീട് അടിപൊളിയാക്കി ഇട്ടിരിക്കും ഇപ്പൊ. ഏത് കല്ലിന്റെ കാര്യമല്ലോ ചേച്ചി? തമ്പിയണ്ണന്റെ കല്ല്? എന്റെ മൂത്രത്തിൽ കല്ലിന്റെ. അയ്യോ അത് വലിയ ചടങ്ങായി പോയി കേട്ടോ. ഈ പച്ചമരുന്ന് കഴിച്ച് ഏതായാലും അതങ്ങ് അലിഞ്ഞു പോയി. കല്ലെന്ന് പറഞ്ഞ എന്നാ കല്ലായിരുന്നു? ഒരു 1.5 മീറ്റർ ഉണ്ടായിരുന്നു കല്ല്. 1.5 മീറ്ററോ? അല്ല 1.5 സെന്റി ശാലം കൂടിപ്പോയി. മില്ലി ആയിരിക്കും. മില്ലി. മൂത്രത്തിക്കല്ല് സൂക്ഷിക്കണം. സൂക്ഷിക്കണം. അത് കളയാൻ നോക്കുമ്പോ സൂക്ഷിക്കാൻ അമ്മച്ചി അങ്ങ് സൂക്ഷിച്ചാൽ മതി. അയ്യോ എടാ അതല്ല പറഞ്ഞത്. ഈ മൂത്രത്തിൽ കല്ലെന്ന് പറഞ്ഞ ചില്ലറപ്പെട്ട കാര്യമല്ല, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അമ്മ അത് ഈ ഞാൻ പറഞ്ഞല്ലോ വൈദ്യനെ കണ്ടതങ്ങ് അലിഞ്ഞു പോയെന്ന് പറഞ്ഞല്ലോ. അല്ല അത് ഇനിയും വരാൻ സാധ്യത ഉണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. വ്യക്തി കരുതാക്കൂടൊന്നും പറയരുത്. ഞാൻ ഒന്ന് ജീവിച്ചു പോട്ടെ. എന്നിട്ട് എന്താ പിന്നെ നാടകമൊക്കെ എങ്ങനെ പോണു? നാടകം പഴയ നാടകം അങ്ങോട്ട് ഓടിയില്ല. ശരി എന്ത് വാഴക്കൊല പോയി? അമ്മ വാഴക്കൊല ആരോ നാട്ടുകാർ തന്നെ വെട്ടിക്കളഞ്ഞമ്മേ. ഇങ്ങോട്ട് കിട്ടിയില്ല. ജനം എടുത്തില്ല. പക്ഷെ പിന്നെ ഒരു തിരക്കടില്ലാത്ത നാടകം. ഞാനൊക്കെ കരഞ്ഞ അഭിനയിച്ചല്ലേ. സൂപ്പർ നാടകമാണ്. അത് പോട്ടെ. ഇപ്പൊ ഈ വർഷം ഞാൻ പുതിയ ഒരു നാടകം മൂത്രത്തിക്കെല്ലാം കുറെ റെസ്റ്റൊക്കെ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പം പുതിയൊരു നാടകം എഴുതി അത് സെറ്റപ്പായി ഈ അമ്പലത്തിൽ കളിക്കുക. നമ്മുടെ പടിഞ്ഞാറപ്പുറത്തുള്ള അമ്പലത്തില് നാടകമാണ്. അപ്പൊ എല്ലാം ക്ലീറ്റോസ് ഇല്ലേ? ക്ലീറ്റോ പാർട്ടിയുടെ കാര്യത്തിന് വേണ്ടി പോയേക്കാ. നാളെ വരുള്ളൂ. അതെയോ? കൊതുകോടെ നിർത്തും. മാമാ ഞാനും കൂടെ നാടകം കാണാൻ വേണ്ടി വരട്ടെ. പിന്നെന്താ എന്റെ തക്കുടിനെ മാമൻ എടുത്തോണ്ട് അങ്ങ് പോകത്തില്ലേ? നാടകം തുടങ്ങുമ്പോ കട്ടൻ ഭരിച്ച് അവിടെ നിൽക്കണം. നാടകം തിരിയുമ്പം കട്ടൻ ഇട്ടിട്ട് മാമ എടുത്തോണ്ടെങ്കിൽ പോരും. എന്നാ പിന്നെ അവനെ കൊണ്ടുപോയിക്കോ സ്ഥിരമായിട്ട്. അവന് പണിക്ക് പോയാൽ മതി എന്നാ പറയണത്. പണിക്ക് പോകണോ? പിന്നെ പ്രതിഫലമായിട്ട് നല്ല ഉമ്മ മാത്രമേ ഉള്ളൂ. 10 പൈസ ഇല്ല. ഓക്കെ ഈ നാടകത്തിന്റെ പേരെന്താ? അതിലുണ്ടല്ലോ മോനെ, ഒന്ന് വായിര്. ആരിവനാ? അവൻ കൂട്ടി വായിക്കൊന്നുമില്ല. അവന് വായിക്കാൻ അറിഞ്ഞൂടാ. തക്കുട് 1ാം ക്ലാസ്സിലല്ലേ? വായിക്കത്തില്ലേ? അയ്യോ അതൊക്കെ സുലുവിന്റെ ആ ചേച്ചിയുടെ മോൻ. എന്താ ദൈവമേ, ആ ചെറുക്കൻ ഇംഗ്ലീഷ് പറയുന്ന മണി പോലെ ഇംഗ്ലീഷ്. അവൻ 1ാം ക്ലാസ്സിൽ. പിന്നെ മലയാളം പച്ചവെള്ളം പോലെ ചെറുക്കൻ പറയും. കണക്കൊക്കെ നമ്മളൊരു വാക്ക് ഒരു 5 വാക്ക് പറഞ്ഞാൽ മതി, അതിന്റെ പെരുക്കങ്ങൾ അവനും കൂടെ വരും. ബുദ്ധി. അതുപോട്ടെ, എന്റെ കാര്യം പറഞ്ഞ ഞങ്ങള് പാരമ്പര്യക്കാരാണ്. ഞാൻ ഇഴഞ്ഞിടക്കുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് എഴുതുകയും വായിക്കുകയും ചെയ്യുമായിരുന്നു. അത് കണ്ടോണ്ട് എന്റെ അപ്പനും അമ്മയും നീ നാടകത്തിൽ പോകുമെന്ന് പറഞ്ഞ് എടുത്തൊരു ഒറ്റ ഏറായിരുന്നു തന്നെ. അങ്ങനെ നാടകം നടനായ ഞാനെന്നേ മോനെ നോട്ടീസ് തരണേ, ഒരെണ്ണേ ഉള്ളൂ. അപ്പുറത്ത് സാറിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് നാടകം എല്ലാവരും ക്ഷണിക്കണം. അപ്പൊ നാടകം കാണാൻ പറഞ്ഞു. ഇവിടെ പടിഞ്ഞാറപ്പുറത്തെ അമ്പലത്തിലാണ് കേട്ടോ. ഓക്കെ ശരി അമ്മ, കല്ല് സൂക്ഷിക്കാം. ഇത് മതി, സവാള ഇത്തിരി മതി, മധുരം കൂടി പോവും. ഇതങ്ങടുത്ത് വെച്ചേക്കണം കേട്ടാ, ഫ്രിഡ്ജിലോട്ട് വെച്ചേരാ. മേളിലോട്ട് പോയിട്ട് എരി കുറച്ച് വയ്ക്കണം. ഏട്ടാ, നിന്റെ ക്ലാസ്സിലെ പിള്ളേരൊക്കെ വായിക്കോ? നിന്റെ ക്ലാസ്സിലെ പിള്ളേർക്കൊക്കെ കൂട്ടി വായിക്കാൻ അറിയാമോ? എന്തെങ്കിലും ചോദിച്ചാ നീ ഇങ്ങനെ മുമ്പെന്ന് നോക്കിയിരിക്കണ അമ്മയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. പറ, കൂട്ടി വായിക്കോ അവരൊക്കെ? പിന്നെ എന്തേ നീ വായിക്കൂലാത്ത? ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ ദൈവമേ. നീ വിരല് പിണച്ചൊടിക്കണ്ട, പോയിരുന്ന് പഠിച്ചേ. അല്ല അമ്മ, ഞാൻ ഇപ്പൊ വരാം. ഞാൻ അമ്മൂമ്മേനെ കണ്ടിട്ട് വരാം. എടാ, അമ്മൂമ്മല്ലേ ഇപ്പൊ പോയത്? ഒന്നും കൂടെ കാണണം. പിന്നെ ഒരിടത്തൊരു പട്ടി ഉണ്ടായിരുന്നു. ഒരിടത്തെന്ന് പറയുമ്പോ ചങ്ങനാശ്ശേരിയില്. ചങ്ങനാശ്ശേരി എന്ന് വെച്ചാ എവിടെ? കോട്ടയത്തിന്റെ അടുത്ത്. കോട്ടയത്തിന്റെ അടുത്തെന്ന് പറഞ്ഞ ചെറുക്കനെ കണ്ട് തോറ്റെന്തായാലും. ഇവിടെ ചെറുക്കൻ നീ കഥ കേൾക്കാൻ വന്നതാണ്. എന്നാ ഞാൻ പറയുന്ന കഥ കേക്ക്. അങ്ങനെ ആ പട്ടിക്ക് വിശന്ന് സഹിക്കാൻ വയ്യാതെ നടന്നപ്പോ ആ പട്ടിക്ക് ഒരു എല്ലിന്റെ കഷണം കിട്ടി. അയ്യോ, മനുഷ്യന്റെ എല്ലാണോ? പോത്തിന്റെ എല്ല്. ചെറുക്കന് കഥ കേട്ടാ പോരാ, കിഴിഞ്ഞു ചോദിക്കുകയാണ്. അങ്ങനെ ഈ പട്ടി സന്തോഷത്തോടെ കൂടെ ആ എല്ലും കഷണം കൊണ്ട് കടിച്ചു തിന്നാൻ തുടങ്ങി. ഒരു കാര്യം ചെയ്യട്ടോ? ചോദ്യം. ആ പട്ടിക്കുട്ടിയെ മറ്റേ എല്ല് കഷണം തിന്നുമ്പോഴേ അതിന്റെ പല്ല് പോവൂലേ? ഞാൻ പഠിച്ച കഥയില് ആ കഥയിലെ പട്ടിക്ക് എല്ലിന്റെ കഷണം തിന്നാ പല്ലൊന്നും പോവത്തില്ല. പഠിച്ചിട്ടിറങ്ങി പോണോന്നല്ല കഥ കേൾക്കാം. ഇന്ന് ഞാൻ നിന്റെ എല്ലൂരി എടുക്കും. ഞാൻ എന്ത് ചെയ്യും ഇവിടെ? എന്ത് ചെയ്യുവാ? ആണോ? കേട്ട് കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ? കഥ പറഞ്ഞു തീർന്ന്. കഥ പറഞ്ഞു കേട്ടല്ല. ഇന്നത്തെ ദിവസം നീ ബുക്ക് തുറന്നിട്ടുണ്ടോടാ?
കേട്ടാ എന്തൊരു സന്തോഷത്തില പറയണേ ഇന്നത്തെ ദിവസം. എന്തേ പഠിക്കണ്ടേ? പഠിക്കണ്ടേ നിനക്ക്? എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഒരു വസ്തു അവന് വായിക്കാൻ അറിഞ്ഞൂടെ? എഴുന്നേറ്റ് വന്നേടർക്കാ. മക്കള് പോയി ഇത് പഠിക്കണം കേട്ടാ. കഥ മാത്രം കേട്ടാ പോരാ. ചുമ്മാ ബുക്ക് എടുത്ത് വെച്ച് കുത്തി വരപ്പ്. ഇനി നോക്കിക്കോ, ഇവിടെ നിന്ന് കൊണ്ടാ ബുക്ക് അങ്ങ് നിവർത്തി അങ്ങ് ഇരിക്കുമ്പോഴത്തേനും അവൻ ഉറക്കം വരും. ടീച്ചർ നല്ലൊരു ഉറങ്ങണമെന്നാ പറഞ്ഞിട്ടുണ്ട്. നീ വന്നേ, നിന്നെ ഉറക്കാൻ വാ. ചെല്ലു മക്കളെ. വായിച്ചില്ല പഠിച്ചിട്ട് അമ്മ ഇങ്ങ് വിടാം. വാ ചെല്ല്, പോയി പഠിച്ചിട്ട് വരാം. പറഞ്ഞാ കേട്ടില്ല, ഇനി ഞാൻ വിടൂല. ഞാൻ വാ. ചെല്ല്, അമ്മയുടെ പൊന്നല്ലേ. വാ വാ, അമ്മയുടെ കുഞ്ഞു വാ. പഠിച്ചിട്ട് വാ. അമ്മ ഞാൻ പോണു. എവിടെ പോണ്? എവിടെ പോണു നീ? ഇത് വായിക്കണം. ഇത് എന്നെ വായിച്ച് കേൾപ്പിച്ചിട്ടല്ലാതെ നിന്നെ ഈ പടി കിടക്കാൻ ഞാൻ സമ്മതിക്കൂല. ഓരോ പിള്ളേര് നല്ലോണം പഠിച്ച് വലുതാകുമ്പോ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് കൂട്ടി വായിക്കാനും കൂടി അറിയാൻ പാടില്ല. ഞാൻ പറയാറുണ്ട്, ബസ്സിലെ ബോർഡുകളും അല്ലാത്തതൊക്കെ വായിക്കണമെന്ന്. നിനക്കതൊന്നും അറിയാൻ പാടില്ലല്ലോ. നിനക്ക് വായിക്കടാ. ഇതെന്താന്ന് വായിച്ചേ? ഇതെന്താന്ന് വായിക്കാൻ? ആദ്യത്തെ അക്ഷരം എന്താടാ? ആദ്യത്തെ അക്ഷരം ഇത് ഈ. ദൈവമേ, ഇവൻ എന്തിനാണാവോ സ്കൂളിൽ പോണത്? ഈ. ഇതെന്താ? 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 ഇത് ഏതാക്ഷരാ? 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 ലായുടെ ഇപ്പുറത്ത് ചുറ്റിക്കെട്ടി വള്ളി. അപ്പൊ എന്താ? അപ്പൊ എന്താ? എന്താ? തക്കുടു നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. പറ. ഇന്നലെന്ന് നീ കേട്ടിട്ടില്ലടാ. ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ലടാ. നീ കേട്ടിട്ടുണ്ടോ ഇന്നലെന്ന്? നിന്നെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. അതല്ലേ പഠിക്കാൻ പറ്റാതെ. ഞാൻ ഇതിനകത്ത് എഴുതുന്നത് കറക്റ്റായിട്ട് നീ വായിച്ചില്ലെങ്കിലായിരിക്കും എൻ്റെ സ്വഭാവം ഞാൻ മാറ്റാൻ പോണത് കേട്ടാ. അമ്മയുടെ വേറൊരു മുഖം നീ ഇന്ന് കാണും. ഒരു ഇംഗ്ലീഷും ഒരു മലയാളം എഴുതിയിട്ടുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ അതെന്നെ പറഞ്ഞു കേൾപ്പിച്ചോളണം. ഇത് ഞാൻ എൻ്റെ അടുക്കള പണി കഴിയുമ്പോഴത്തേനും വന്ന് ചോദിക്കും. അപ്പൊ പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ. വായിച്ചോ. ചെറുക്കനെ കളിച്ച് മേപ്പോട്ട് 24 മണിക്കൂറും കളിയവന്. കളിച്ചവൻ അവൻ ഇരുന്ന് പഠിക്കുവാണ്. അവനോട് വർത്താനം പറയാൻ നിൽക്കണ്ട. എന്നും പഠിക്കുന്നതല്ലേ, ഇന്നും ഇത്ര ഭയങ്കര കർക്കശം. ഇവനും ഒന്നും അറിയില്ലാടാ. ഇവൻ ഈ ഫീസും കൊടുത്ത് ഞാൻ എന്തിനു പഠിപ്പിക്കണതാ? സുനിച്ചേച്ചിയുടെ നാത്തൂന്റെ കൊച്ച് അത് ഈ വഴിയിൽ കാണുന്ന ബോർഡും പത്രത്തിലുള്ള വലിയ വലിയ ഹെഡിങ് ഒക്കെ ഇല്ലേ, എല്ലാം വായിക്കുന്ന പെട്ടെന്ന് വായിക്കാൻ പറ്റൂന്ന്. ഇവൻ ഒരു വാക്ക് ഇവന് വായിക്കാൻ അറിയില്ലടാ. ഇവന് എന്താ ചെയ്യണ്ടെന്ന് അറിയുമോ? ആര് പറഞ്ഞു വായിക്കാൻ അറിയത്തില്ലെന്ന്? അവൻ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോ റോഡിൽ കാണുന്ന ബോർഡെല്ലാം വായിക്കുമല്ലോ. നമ്മുടെ ശോഭനേച്ചിയുടെ കടയിലെ ബിങ്കോടെ ബോർഡ് അവൻ വായിച്ചല്ലോ. ബിങ്കോടെ ബോർഡ് അവൻ ബിങ്കോന്ന് എഴുതിയേക്കണ കണ്ടിട്ട് വായിച്ചതാ. ആ പടം കണ്ടിട്ട് അവൻ അതൊക്കെ അറിയാമ്പോളൂ. ലേസും ബിങ്കോയും എല്ലാം അറിയാം. അത് കുഞ്ഞു പഠിച്ചോളും. എല്ലാവർക്കും അത്യാവശ്യം ഇംഗ്ലീഷും മലയാളമൊക്കെ കൂട്ടി വായിക്കാൻ ഇവനറിയില്ല. നീ ഇന്നിത് മര്യാദക്ക് വായിക്കാതെ ഈ എഴുതിയേക്കണത് എന്താന്ന് വായിക്കാതെ തക്കുടു നിന്നെ ഞാൻ ഈ വാതിലിൽ നിന്ന് പുറത്ത് കടത്തൂല. നിനക്ക് ഇച്ചിരി കളി കൂടുതലാ. മറ്റേ ഡപ്പയ്ക്കകത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ് തരാമോ? അണ്ടിപ്പരിപ്പ് തരാമെങ്കിൽ ഞാൻ സഹായിക്കാം. റൊണാൾഡേ, അവന് പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. അവൻ തന്നെത്താനെ പഠിക്കട്ടെ. പണ്ട് കളി. ഓ, പണ്ടുള്ള കളി, പഴയ കളി. പണ്ട് കളി വായിച്ചേ. പണ്ട് കളി. ആനിമോൾ, പാരസെറ്റമോൾ, മോൾ, ആനിമോൾ. ആനിമോൾ പറഞ്ഞേ. ആനിമോൾ. പണ്ട് കളി, ആനിമോൾ. സെറ്റ്.
അമ്മ ഞാൻ പഠിച്ചേ. ഓടി വന്നേ. പഠിച്ചാ? ഇത്രയും കാര്യമല്ലേ ഉള്ളു, എന്തിനാണ് മക്കൾ അമ്മയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വഴക്ക് കേൾക്കുന്നത്? അമ്മ വഴക്ക് പറഞ്ഞപ്പോ സങ്കടമായോ? അമ്മ നന്നാവാൻ വേണ്ടിയിട്ടാണ് പറയണത് കേട്ടാ. പഠിച്ചില്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടൂല, പൈസ ഉണ്ടാവൂല, കുഞ്ഞു കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും കേട്ടാ. വായിച്ചേ. ഇത് നോക്ക്. ആ വായിച്ചോ, അമ്മ കേക്കണ്ട്. പണ്ട് കളി ആനിമോൾ. എന്താന്ന്? പണ്ട് കളി ആനിമോൾ. പണ്ട് കളിയോ? നിന്നെ നിന്നെ നല്ലത് പറയിപ്പിക്കാൻ നീ സമ്മതിക്കൂലല്ലോ തക്കടു. ഇതെന്താണ് എഴുതിയേക്കണത്? പാ എന്ത് കളി കളി. അപ്പൊ എന്താ? പണ്ട് കളി. എടാ പന്ത് കളി. നിന്നെ എന്താ 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 നീ എന്തിനാ സ്കൂളിൽ പോണത്? ഇത് കൂട്ടി വായിക്കാൻ നിനക്ക് അറിഞ്ഞൂടെ തക്കടു? അല്ല, ഇത് ഞാൻ അല്ലല്ലോ പറഞ്ഞത്. നീയല്ലേ ഇപ്പൊ പറഞ്ഞത്? എനിക്ക് റൊണാൾഡോ പറഞ്ഞു തന്നതാ. ചപ്പാത്തിയാ? എന്ത് ഒന്നടാ, ഇതെന്താടാ എഴുതി വെച്ചേക്കണേ? ഇതെന്താടാ എഴുതി വെച്ചേക്കണേ? പറ, വായിക്ക്. പണ്ട് കളി ആനിമോൾ. പണ്ട് കളി എന്നാണോ എഴുതിയേക്കണേ? പണ്ട് കളി എന്ന് പറഞ്ഞാൽ എന്ത് കളിയാവുന്ന എനിക്കറിയില്ലല്ലോ. പണ്ട് കളി എന്ന് പറഞ്ഞാൽ നമ്മള് കിഴിക്കുത്ത് കളിക്കും, പിന്നെ കബഡി, ഗോലി, പണ്ട് കളിച്ച പണ്ടത്തെ കളികള്. എടാ പന്ത് കളി. ഇതെന്താന്ന് പറഞ്ഞേ? ആനിമോൾ. ആ കുഞ്ഞുമോൾ പാരസെറ്റമോൾ എന്ന് പറയുന്ന പോലെ ആനിമോൾ, അതല്ലേ പേരല്ലേ അതല്ലേ? അനിമൽ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പഠിപ്പിക്കാൻ അറിയില്ലെങ്കിൽ പഠിപ്പിക്കണ്ട. ഒരാൾ ഒരു കുറ്റം പറയില്ല. തെറ്റെങ്ങാനും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലായിരിക്കും. കുഞ്ഞിൽ അവൻ തെറ്റ് പഠിച്ച അതേ പഠിക്കുള്ളൂ. പിന്നെ ശരിയാ മോനെ, എങ്ങനെ തെറ്റ് പഠിക്കരുത്. ഒരു കാര്യം ചെയ്. പന്ത് കളി പന്ത് കളി പന്ത് കളി ഇത് നോക്കിയിട്ട് ഇതിനകത്ത് തൊട്ട് 50 പ്രാവശ്യം പറയണം. ആനിമൽ അനിമൽ അനിമൽ എന്ന് 50 പ്രാവശ്യം പറയണം. കൊണ്ടുപോ. നീ ഇവനോട് മിണ്ടി പോരുത്. നീ പോ. എന്തൊരു പാടാണ് ദൈവമേ. പണ്ട് കളി. ഞാനിങ്ങനെ അമ്മ ആ ബാത്റൂമിന്റെ സൈഡില്ലേ മകത്ത, അവിടെ ഒന്ന് ഇടിച്ചിട്ട് ഒന്നുകൂടെ വൃത്തിയാക്കിയല്ലേ? അതൊന്നും വേണ്ട. ഇനിയിപ്പൊ ഇതിൽ തൊട്ടാൽ ആകെ വിഷമാവും. നീ ഒരു കാര്യം ചെയ്യും, എന്റെ കാലം കഴിയുമ്പോ നീ ഇടിച്ച് എല്ലാം കളഞ്ഞിട്ട് നീ ഒരു വീട് വെക്ക്, ഒരു വലിയ വാർത്ത വീട്. അല്ല ഉള്ള പൈസ ഒന്നും ഇല്ലല്ലോ. അല്ല കാശ് വരട്ട്. ഉള്ള പൈസക്ക് ഒത്തിരി ചെറിയ സംശയമുണ്ട്. എന്താ സംശയം? അച്ഛൻ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചത് നല്ല വിദ്യാഭ്യാസ കൊള്ളയില്. ഇനി നോക്കണം. ഇതൊന്ന് വായിച്ചു തന്നെ. പണ്ട് കളി താഴത്തെ ആനിമോൾ. പണ്ട് കളി ആനിമോൾ അങ്ങനെ തന്നെയാണ് എഴുതിയേക്കുന്നത്. പിന്നെ അല്ല എന്തോന്ന് പണ്ട് കളി ആനിമോൾ എന്തോ ചെയ്ത്? പക്ഷെ ഇത് വായിക്കേണ്ടത് അങ്ങനല്ല. പന്ത് കളി അനിമൽ. ഇങ്ങനെ എഴുതി അങ്ങനെ വായിക്കൂടാ. ഇതിപ്പോ എഴുതിയേക്കുന്നത് പണ്ട് കളി ആനിമോളിനാണ്, പക്ഷെ വായിക്കേണ്ടത് പന്ത് കളി അനിമൽ. പന്ത് കളി വായിക്കാൻ പറ്റുള്ളൂ. ഇതാര് പറഞ്ഞത്? പുന്നാര സഹോദരി പറഞ്ഞതാണ്. ഇതങ്ങനെയാണ് വായിക്കേണ്ടത്, അതാണ് എഴുതിയേക്കുന്നത്. ഭയങ്കര തർക്കമാണ്. ഓ തങ്കം ഇപ്പൊ കിട്ടിപ്പോ പൊളി. തങ്കം ചമ്മി മുഖം കാണണം. എന്താ ഞാൻ ഇതെന്തിടാ നിന്നെ പഠിക്കാനല്ലേ ഇവിടെ ഇരുത്തിയത്? ഞാൻ എന്തിനാ ഇവിടെ വന്നിരിക്കണത്? പഠിക്കാൻ വന്നേ. നീ ഇതെന്താ എഴുതിയിരിക്കുന്നത്? വായിച്ചു നോക്ക്. പന്ത് കളി അനിമല്. പന്ത് കളി അനിമല്. ഞാൻ പറഞ്ഞു അങ്ങനെയാണ് നീ എഴുതിയാണത്? ആ അവാർഡുണ്ട് കറക്റ്റ് ആയിട്ട് എഴുതിയത്. എന്താ എനിക്ക് പണിയുണ്ട് അടുക്കളയില്. എന്താ ഇതെന്താ എഴുതിയിരിക്കുന്നത്? അതല്ലേ പറഞ്ഞത് പന്ത് കളി. മനസ്സിലിരിക്കണം മക്കളെ. വന്നാടി നീ ചെണ്ട എന്ന് എഴുതിയാണ്.
അപ്പൊ നീ ചന്താന്ന് എഴുതിയ നിനക്ക് എന്തിയുടെ ഇറക്കാ ചണ്ട. ചണ്ട ചന്ത ചെണ്ടയ്ക്ക് ചെന്തയെന്നും ചന്തയ്ക്ക് ചണ്ടയെന്നും. ഇടി നീ പണ്ട് കളി എന്നാണ് എഴുതിയിരിക്കുന്നത് ആദ്യം. ഇത് ഇന്ദയാണ്, നായും തായും കൂടെ ചേർന്നത്. ഇത് ഇണ്ടയാണ്. ആണോ? ആണോന്നോ? ഇതിനാണ് നീ കൊച്ചിനെ എത്ര പിടിപ്പിച്ചോണ്ടിരുന്നത്? എന്തോരം അടിയും പിച്ചും കൊടുത്തെന്നറിയോ ആ ഡൈനിങ് ടേബിളോട് ഇട്ട്. ആരെങ്കിലും എവിടത്തെങ്കിലും കൊച്ചുങ്ങളെ കണ്ട എന്തെങ്കിലും പറഞ്ഞു കരുതി ആ കൊച്ചിനെ പോലെ നമ്മളെ കൊച്ചിനെ വളർത്തരുത്. അവനായിട്ട് വളർത്തടി. ഭാഷാഭൂഷണി പോത്തുപോലെ വളർന്നിട്ട് എഴുതാനും വായിക്കാൻ അറിഞ്ഞു നോക്ക്. എന്താന്ന്? എന്താ പറഞ്ഞു? പോത്തുപോലെ വളർന്നിട്ട് എഴുതാനും വായിക്കാനും നിനക്ക് അറിഞ്ഞൂടന്ന്. എടാ പള്ളിക്കൂടത്തിൽ പോണത് പഠിക്കാനായിരിക്കണം, അല്ലാതെ എന്തോ ചെയ്യാനാ. കൊച്ചിനെ പഠിപ്പിച്ചു കൊടുക്കരുത്. പിടിച്ചോ. Aliens.